നമ്മളുടെ വർക്ക് നടന്നിട്ടുണ്ട് അവിടെ. ആലപ്പുഴ ജില്ലയിൽ ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ഒരു സീറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അതായിരിക്കില്ലല്ലോ ഇപ്രാവശ്യം. അല്ല, ഇതിൻ്റെ അകത്ത് ഇതൊരു പൊതുവായിട്ട് ട്രെൻഡാണ്. ഗവൺമെൻറ്റിനെതിരായിട്ടുള്ളൊരു വികാരമുണ്ട്. അപ്പോൾ ആളുകൾക്കൊരു നിരാശയും മറ്റൊക്കെ ഉണ്ട്. വല്ലാത്ത ഒരു പ്രയാസവും ഒരു പ്രതിഷേധവും അമർഷവും ഒക്കെ ഉണ്ട്. അതിൻ്റെ കൂടെ സാധാരണ പതിവില്ലാത്ത തരത്തിൽ ഞങ്ങളൊരു ഹോപ്പ് കൂടി കൊടുത്തിട്ടുണ്ട്. ഞങ്ങളൊരു ഓൾട്ടർനേറ്റീവാണ്, ഞങ്ങളൊരു ബദലാണ്, ഇതിന് ഞങ്ങളൊരു മാറ്റം ഉണ്ടാക്കും, ഞങ്ങൾക്കതിന് കഴിയും എന്നുള്ളൊരു സംഭവം കൂടി കൊടുത്തിട്ടുണ്ട്. സാധാരണ അത് ചെയ്യാറില്ല, ഒരു പ്രതിപക്ഷം അത് ചെയ്തിട്ടില്ല. ഞങ്ങൾ വരുമ്പോൾ ആ സിറ്റുവേഷൻ ഇല്ലെങ്കിൽ ആളുകൾ ഇപ്പോൾ പറഞ്ഞു തുടങ്ങി എല്ലാവരും ഒരുപോലെയാണ് എന്ന് പറഞ്ഞു തുടങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായി അവർ വന്നാൽ മാറ്റമുണ്ടാകും എന്നൊരു ചർച്ച അത് ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരുടെ ഇടയിൽ ഞങ്ങൾക്കുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങളുടെ ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെയും ഞങ്ങളുടെ ഒരു വ്യത്യസ്തമായ ശൈലിയായിരുന്നു. ഇതുവരെ ഉണ്ടാകാത്തൊരു വ്യത്യസ്തമായ ശൈലി. നിങ്ങൾക്ക് തന്നെ അറിയാലോ, 2 വർഷം മുമ്പേ ഞങ്ങൾ ഈ പറയുന്ന ഗവൺമെൻറ് പരാജയപ്പെട്ടു എന്ന് ഞങ്ങൾ ആക്ഷേപിച്ച ഫീൽഡിലെല്ലാം ഞങ്ങളൊരു വർക്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരിക്കലും ഒരു പ്രതിപക്ഷം ചെയ്യാത്തതാണ്. സാധാരണ ചെയ്യാറുള്ളത് അവസാനമാകുമ്പോഴേക്കും ഒരു ഇലക്ഷൻ തൊട്ട് മുമ്പ് ഞങ്ങൾ ഇതുപോലത്തെ ഒരു കോൺക്ലേവ് നടത്തും, അല്ലെങ്കിൽ AKG സെൻറ്ററിൽ ഒരെണ്ണം നടത്തി 2 പ്രതിപക്ഷത്തിൽ ഇരിക്കുന്ന ആരാണ്. ഇതല്ല, ഇത് ഓരോ ടോപ്പിക്കിലും ഓരോ സബ്ജക്റ്റിലും നല്ല വർക്കാണ് തരുന്നത്. ഓരോ സബ്ജക്റ്റിലും എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനതിൻ്റെ എല്ലാവരും അടിസ്ഥാനത്തിലാണ് ഈ കണക്ക് പറയാറുള്ളത്. ഉറപ്പായിട്ട് സംസ്ഥാനത്തൊട്ടാകെ UDF തരംഗമുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ. പറയണതൊക്കെ എന്താ അടിസ്ഥാനമുള്ളത്? ന്യൂനപക്ഷങ്ങൾ അവിടെ ഞങ്ങളും മത്സരിക്കല്ലോ. അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്ത് എന്താ കുഴപ്പം? ശിവൻകുട്ടിക്ക് എന്താ പ്രശ്നം? ഞങ്ങൾ മത്സരിക്കുകയല്ലേ. ഞങ്ങളിവിടെ തെരഞ്ഞെടുപ്പ് സീരിയസ് ആയിട്ട് മത്സരിക്കുന്നതുകൊണ്ടല്ലേ ഞങ്ങളുടെ മുൻ MLA KS ശബരിനാഥനെ ഞങ്ങൾ മത്സരിപ്പിച്ചത്. ഞങ്ങളൊരു വീക്ക് കാൻഡിഡേറ്റിനെ മത്സരിപ്പിച്ചിരുന്നെങ്കിൽ ശിവൻകുട്ടി പറഞ്ഞതിനെ അത് BJP ജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞത്. അതൊക്കെ വെറുതെ ന്യൂനപക്ഷ വോട്ട് ഒരു UDF സ്ഥാനാർത്ഥിക്ക് കിട്ടിയതിന് ഇദ്ദേഹം എന്തിനാണ് ദുഃഖിക്കണം? അത് ഞങ്ങൾക്ക് കിട്ടൂല, ഞങ്ങൾക്ക് കിട്ടണമല്ലോ. ന്യൂനപക്ഷങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ വിശ്വാസമില്ല. ഇവരാരും ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മന്ത്രിമാരും മണ്ഡലത്തിൽ നിന്ന് പുറത്തിറങ്ങാത്തത്. നിങ്ങളൊന്ന് പരിശോധിക്കും, ഞങ്ങളെ പൂട്ടുമെന്നല്ലേ പറഞ്ഞത്. VD സതീശനെ നിയോജകമണ്ഡലത്തിൽ പൂട്ടും, അവരെ പൂട്ടും, ഇവരെ പൂട്ടും, പുറത്തിറക്കില്ല, അവിടെ നിന്ന് ജയിക്കാൻ പറ്റും. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ നോമിനേഷൻ കൊടുത്തൊരു പ്രചരണം നടത്തിയിട്ട് ഞാൻ കലാശക്കൊട്ടിൻ്റെ അന്ന് രാവിലെയാണ് തിരിച്ചു വന്നത്. അറിയാമല്ലോ, ഈ മന്ത്രിമാരെ നിങ്ങൾ തെക്കുന്ന് അങ്ങോട്ട് വടക്കോട്ട് എണ്ണിക്കോ, എത്ര പേര് മുഖ്യമന്ത്രി പോയി, ഞാൻ സമ്മതിക്കുന്നു, അദ്ദേഹത്തിന് പോവാം. ബാക്കിയുള്ള വലിയ അവകാശവാദമൊക്കെ ഉന്നയിച്ച ഈ മന്ത്രിമാരുണ്ടല്ലോ, ഈ ശിവൻകുട്ടിയോടൊക്കെ സ്വന്തം മണ്ഡലത്തിൻ്റെ പുറത്തോട്ട് പോയിട്ടില്ല. ഇവരായി APCC പ്രസിഡൻ്റൊക്കെ ഒരുപാട് ജില്ലകളിൽ പര്യടനം നടത്തി. അദ്ദേഹം ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.